സ്നേഹപിതാവിൻ ഭവനമിതിൽ പരിശുദ്ധമാകും അൾത്താരയിൽ അനുതാപമേറും ഹൃദയവുമായി അണയുന്നു സ്നേഹവിരുന്നിന്നായി. സ്നേഹപിതാവിൻ ഭവനമിതിൽ പരിശുദ്ധമാകും അൾത്താരയിൽ അനുതാപമേറും ഹൃദയവുമായി അണയുന്നു സ്നേഹവിരുന്നിന്നായി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടി. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഈശോയുടെ ഈ ബലിയർപ്പിക്കുമ്പോൾ പ്രത്യേകമായി നമ്മുടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥ്യം യാചിക്കാം. ഇന്ന് നമ്മൾ പരിശുദ്ധ ദൈവമാതാവിനോട് പ്രത്യേകമായി മാധ്യസ്ഥ്യം യാചിച്ച് നമ്മുടെ ഈ ലോകം മുഴുവൻ്റെ മേലും പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിൻ്റെ കവചമുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ അസ്വസ്ഥതയുടെ നാളുകളിൽ, ഈ സങ്കടത്തിൻ്റെ നാളുകളിൽ പരിശുദ്ധ ദൈവമാതാവ് ഒറ്റപ്പെട്ടു പോയ ശിഷ്യർക്ക് ബലം കൊടുത്തതുപോലെ ഈ ലോകം മുഴുവനും തകർച്ചയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരതാരിൽ നിരന്തരം കാത്തുപരിപാലിക്കുവാൻ ഇടയാകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോകം മുഴുവനെയും നമ്മുടെ വിഷമങ്ങളെയും നമ്മുടെ പ്രതിസന്ധികളെയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തോടും പ്രാർത്ഥനകളോടുമൊപ്പം ഈ ബലിയിൽ പ്രത്യേകമായി ചേർത്ത് വയ്ക്കും. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കാണുക, ഈശോ പ്രത്യക്ഷപ്പെടുകയാണ് ശിഷ്യർക്ക്. എത്ര തവണ ഈശോയെ കണ്ടിട്ടും വിശ്വസിക്കാൻ കഴിയാതെ പോകുന്ന ഒരു ശിഷ്യരുടെ കൂട്ടം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു വ്യക്തിയെ വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ സുവിശേഷത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരും. മഗ്ദലേന മറിയം. അവളെക്കുറിച്ചൊരു ചെറിയ വാചകം കൂടെ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവളിൽ നിന്നാണ് ഈശോ 7 ദുഷ്ടാരൂപികളെ പുറത്താക്കിയത്. ആദ്യം ഈശോയെ കാണുവാൻ, ഈശോയെ കുറിച്ച് പ്രഘോഷിക്കുവാൻ, ഉത്ഥിതനായ ഈശോയെ ഞാൻ കണ്ടു എന്ന സുവിശേഷം പ്രഘോഷിക്കുവാൻ ഭാഗ്യം ലഭിച്ച മഗ്ദലേന മറിയം അതിനർഹയായത്. പ്രിയപ്പെട്ടവരെ, ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ചെറുതും വലുതുമായ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ എനിക്കും എൻ്റെ ഈശോയ്ക്കും ഇടയിൽ ഒരു തടസ്സമായി നിലനിൽക്കുന്നിടത്തോളം കാലം എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയെ കണ്ടെത്താൻ കഴിയാതെ പോകും. നമ്മൾ ഒരുമിച്ച് ഈ ബലിയർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള തിന്മകളുടെ സ്വാധീനങ്ങളെ, കറുത്ത മേഖലകളെയൊക്കെ ഈശോയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഉത്ഥിതനായ ഈശോയുടെ പ്രകാശം നമ്മുടെ ജീവിതത്തിലുടനീളം നിറഞ്ഞു നിൽക്കുവാൻ ഇടയാകുന്നതിന് വേണ്ടി നമുക്കൊരുമിച്ച് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ തന്നെ തെറ്റായ ചിന്തകളെ, പ്രവൃത്തികളെ, വാക്കുകളെ, നമ്മുടെ വേദനിപ്പിച്ചു പോയ മനുഷ്യരെ ഒക്കെ ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത്
നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കരുണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കരുണമേ, കർത്താവേ കനിയണമേ. കർത്താവേ കരുണമേ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങിൽ വിശ്വസിക്കുന്ന ജനങ്ങളെ അങ്ങേ കൃപയുടെ സമൃദ്ധിയാൽ അങ്ങ് വർദ്ധിപ്പിക്കുന്നുവല്ലോ. അങ്ങേ തിരഞ്ഞെടുപ്പിനായവരെ കരുണാപൂർവം അങ്ങ് കടാക്ഷിക്കണമേ. അങ്ങനെ ജ്ഞാനസ്നാന കൂദാശയാൽ നവജാതരായവരെ ഭാഗ്യപൂർണമായ അനശ്വരതയുടെ വസ്ത്രമണിയുവാനിടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അക്കാലത്ത് പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ പ്രമാണിമാരും പ്രഭുക്കന്മാരും നിയമജ്ഞരും അത്ഭുതപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ സുഖം പ്രാപിച്ച മനുഷ്യൻ അവരുടെ സമീപത്ത് നിൽക്കുന്നത് കണ്ടതിനാൽ എന്തെങ്കിലും എതിർത്തു പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് സംഘത്തിൽ നിന്ന് പുറത്തു പോകാൻ അവരോട് കൽപ്പിച്ചതിന് ശേഷം അവർ പരസ്പരം ആലോചിച്ചു, ഈ മനുഷ്യരോട് നാം എന്താണ് ചെയ്യുക? ഇവർ വഴി ശ്രദ്ധേയമായ ഒരടയാളം സംഭവിച്ചിരിക്കുന്നു എന്നത് ജെറുസലേം നിവാസികൾക്കെല്ലാം വ്യക്തമായി അറിയാം. അത് നിഷേധിക്കാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഇത് ജനത്തിനിടയിൽ കൂടുതൽ പ്രചരിക്കാതിരിക്കാൻ ഈ നാമത്തിൽ ഇനി ആരോടും സംസാരിക്കരുതെന്ന് നമുക്കവരെ താക്കീത് ചെയ്യാം. അവർ അവരെ വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. പത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു, ദൈവത്തെക്കാളുപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണ്. നിങ്ങൾ തന്നെ വിധിക്കുവിൻ. എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു. അവരെ ശിക്ഷിക്കാൻ ഒരു മാർഗവും കണ്ടില്ല. കാരണം ജനത്തെ അവർ ഭയപ്പെട്ടു. എന്തെന്നാൽ അവിടെ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. ഞാൻ അവിടുത്തേക്ക് നന്ദി പറയുന്നു. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. ഞാൻ അവിടുത്തേക്ക് നന്ദി പറയുന്നു. ഞാൻ അവിടത്തേക്ക് നന്ദി പറയുന്നു. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എനിക്ക് രക്ഷ നൽകി. ഇതാ നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയഘോഷമുയരുന്നു. കർത്താവിൻ്റെ വലത് കൈ കരുത്ത് പ്രകടമാക്കി. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു.
അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. ഞാൻ അവിടത്തേക്ക് നന്ദി പറയുന്നു. ഞാൻ അവിടത്തേക്ക് നന്ദി പറയുന്നു. കർത്താവിൻ്റെ വലതുകൈ മഹത്വമാർജിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വലതുകൈ കരുത്ത് പ്രകടമാക്കി. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാൽ അവിടുന്ന് എന്നെ മരണത്തിനേൽപ്പിച്ചില്ല. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് രക്ഷിച്ചു. ഞാൻ അവിടത്തേക്ക് നന്ദി പറയും. ഞാൻ അവിടത്തേക്ക് നന്ദി പറയും. നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക. ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ. ഇതാണ് കർത്താവിൻ്റെ കവാടം. നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു. അവിടുന്ന് എനിക്കുത്തരമരുളി. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. ഞാൻ അവിടത്തേക്ക് നന്ദി പറയും. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. ഞാൻ അവിടത്തേക്ക് നന്ദി പറയും. ഞാൻ അവിടത്തേക്ക് നന്ദി പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്. ഇത് സന്തോഷിച്ചുല്ലസിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേ മഹത്വം. ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു ആദ്യം മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഇവളിൽ നിന്നാണ് അവൻ 7 പിശാചുകളെ പുറത്താക്കിയത്. അവൾ ചെന്ന് അവനോട് കൂടെയുണ്ടായിരുന്നവരെ വിവരമറിയിച്ചു. അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു. അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൾക്ക് കാണപ്പെട്ടുവെന്ന് കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല. ഇതിനുശേഷം അവരിൽ 2 പേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ പോയി ബാക്കിയുള്ളവരെ വിവരമറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിനു ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തതു നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ പ്രപഞ്ചവും അതിലുള്ളവയും മനുഷ്യനേകി ദൈവം സ്നേഹത്താലേ നന്മകളെ നമുക്കു നൽകി ദൈവം. ഈ പ്രപഞ്ചവും അതിലുള്ളവയും മനുഷ്യനേകി ദൈവം സ്നേഹത്താലേ നന്മകളെ നമുക്കു നൽകി ദൈവം. നന്ദിയിടും കരളോടെ നാദന സ്തുതി പാടുക നമ്മൾ. നമ്മുടെ നടുവിൽ വാഴും നാദന ബലിയേകുക നമ്മൾ. നന്ദിയിടും കരളോടെ നാദന സ്തുതി പാടുക നമ്മൾ. നമ്മുടെ നടുവിൽ വാഴും നാദന ബലിയേകുക നമ്മൾ. ഈ പ്രപഞ്ചവും അതിലുള്ളവയും മനുഷ്യനേകി ദൈവം സ്നേഹത്താലേ നന്മകളെ നമുക്കു നൽകി ദൈവം. ഈ പ്രപഞ്ചവും അതിലുള്ളവയും മനുഷ്യനേകി
നന്മകളെ നമുക്കു നൽകി ദൈവം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. കർത്താവ് തൃനാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭയുടെ മുഴുവൻ്റെ നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പെസഹ രഹസ്യങ്ങൾ വഴി ഞങ്ങൾ എന്നും കൃതജ്ഞതാഭരിതരായിരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ നവീകരണത്തിന്റെ നിരന്തര പ്രവർത്തനം ഞങ്ങൾക്ക് നിത്യാനന്ദത്തിന് നിദാനമായി ഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകളാൽ നിറഞ്ഞു മകിയും പിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണ പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കാൻ കഴിയുന്നു. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും
ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ ഇന്ന് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പി ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തായോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും ഒത്ത് അങ്ങേ സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോട് ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണെന്ന വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ ഈശോ നമ്മെ പഠിപ്പിച്ചതുപോലെ ദൈവത്തെ നമ്മുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കും. സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് നമ്മുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നിങ്ങൾ പരസ്പരം ഈശോയുടെ സമാധാനം ആശംസിക്കട്ടെ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവഞ്ഞാണേ ഞങ്ങളെ കരുണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവഞ്ഞാണേ ഞങ്ങളെ കരുണമേ.
ലോകത്തിലെ പാപം നികുതി വിഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ വാക്ക് ചലിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. പ്രിയ സഹോദരങ്ങളെ, അരൂപിയിലൂടെ ഈശോയെ സ്വീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. എൻ്റെ യേശുവേ, അങ്ങ് ദിവ്യകാരുണ്യ കൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ജനത്തെ കരുണയോടെ കടാക്ഷിക്കുകയും നിത്യമായ രഹസ്യങ്ങളാൽ നവീകരിക്കപ്പെടുവാൻ അങ്ങ് തിരുമനസ്സായ അങ്ങേ മക്കള് മഹത്വപൂർണമായ ശരീരത്തിന്റെ അക്ഷയമായ ഉത്ഥാനത്തിൽ എത്തിച്ചേരുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
ഈശോയുടെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവാൻ ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാം ഞങ്ങൾക്കായി നീ. നിൻ മക്കൾ ഞങ്ങൾക്കായി നീ. പ്രാർത്ഥിക്ക സ്നേഹനാഥേ, നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നേതാ കീഴും നമ്മേ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാം ഞങ്ങൾക്കായി നീ. നിൻ മക്കൾ ഞങ്ങൾക്കായി നീ. പ്രാർത്ഥിക്ക സ്നേഹനാഥേ, കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നൽവരങ്ങൾ. നിന്റെ സോനുവെങ്കിൽ ചേർക്കണേ മക്കളെ നീ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാം ഞങ്ങൾക്കായി നീ. നിൻ മക്കൾ ഞങ്ങൾക്കായി നീ. പ്രാർത്ഥിക്ക സ്നേഹനാഥേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഏറ്റവും അനുഗ്രഹീതയായ കന്യകാമറിയത്തിന്റെ വിശുദ്ധവും നിർമ്മലവുമായ ഉത്ഭവം വാഴ്ത്തപ്പെടട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത്തെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും നീക്കാമേ. ഉത്ഭവത്തിൽ തന്നെ ഓ കന്യകേ, നീ നിർമ്മലയായിരുന്നു. നീ പ്രസവിച്ച ദിവ്യപുത്രന്റെ പരമപിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം വഴി നിന്റെ പുത്രന് യോഗ്യമായ വാസസ്ഥലം ഒരുക്കുകയും ആ ദിവ്യകുമാരന്റെ മരണത്തെ മുൻനിർത്തി കന്യകാമറിയത്തെ സകല പാപക്കറകളിലും നിന്ന് നീ കാത്തുരക്ഷിക്കുകയും ചെയ്തുവല്ലോ. പരിശുദ്ധയായ ആ കന്യകയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ സകല പാപങ്ങളിലും നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് നിന്റെ സന്നിധിയിൽ വന്നു ചേരുവാൻ അനുഗ്രഹം ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നവനാൾ ജപങ്ങൾ. ഓ നിത്യസഹായ മാതാവേ, നിർഭാഗ്യപാപിയായ ഞാൻ
ഇതാ നിന്റെ പാദങ്ങളിൽ അണയുന്നു. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, നിന്നിൽ ശരണപ്പെടുന്നു. ഓ കാരുണ്യത്തിന്റെ അമ്മേ, എന്നിൽ നീ കനിയണമേ. പാപികളുടെ ആശ്രയവും ശരണവുമെന്ന് സകലരും നിന്നെ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നു. ആകയാൽ നീ എൻ്റെ ആശ്രയവും ശരണവുമായിരിക്കണമേ. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് നീ എന്നെ സഹായിക്കണമേ. നിർഭാഗ്യനായ ഈ പാപിയുടെ നേരെ നിന്റെ തൃക്കരം നീട്ടേണമേ. ഇതാ ഞാൻ എന്നെ നിനക്കായി സമർപ്പിക്കുകയും നിന്റെ നിത്യദാസനായി എന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. നിന്നിൽ ആശ്രയിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് നൽകുവാൻ കനിവുണ്ടായ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. നിന്നിലുള്ള എൻ്റെ ഈ ആശ്രയം എൻ്റെ നിത്യരക്ഷയുടെ അച്ചാരമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. നിന്നിൽ ആശ്രയിക്കാഞ്ഞതിനാൽ എൻ്റെ കഴിഞ്ഞ ജീവിതത്തിൽ കഷ്ടമേ പല പ്രാവശ്യം ഞാൻ പാപത്തിൽ വീണുപോയി. നിന്റെ സഹായത്താൽ ഞാൻ വിജയിക്കുമെന്നും നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ എന്നെ സഹായിക്കുമെന്നും ഞാൻ അറിയുന്നു. എന്നാൽ പാപത്തിൽ വീഴുവാനുള്ള പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ നിന്റെ സഹായം തേടുന്നതിൽ ഒരു പക്ഷേ ഞാൻ ഉപേക്ഷ വരുത്തിയേക്കുമെന്നും അങ്ങനെ എൻ്റെ ആത്മാവിനെ ഞാൻ നഷ്ടപ്പെടുത്തിയേക്കുമെന്നും ഭയപ്പെടുന്നു. അതിനാൽ എൻ്റെ അമ്മേ, നാരകീയ ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നിൽ എപ്പോഴും ആശ്രയിച്ചുകൊണ്ട്, ഓ മറിയമേ, നിത്യസഹായ മാതാവേ, എൻ്റെ ദൈവം എനിക്ക് നഷ്ടപ്പെടുവാൻ ഒരിക്കലും നീ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹം തന്നരുളണമേ. ഈ അനുഗ്രഹത്തിനായി എൻ്റെ സർവ കഴിവുകളോടും കൂടെ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നമുക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും പരിശുദ്ധ നിത്യസഹായ മാതാവിന്റെ മധ്യസ്ഥതയിൽ ദൈവ തിരുസന്നിധിയിലേക്ക് ഒരു നിമിഷം നിശബ്ദരായി സമർപ്പിക്കുന്നു. നിത്യസഹായനാഥേ, അമ്മേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്ലേശിതരെ നീ സഹായിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തണമേ. കരയുന്നവരെ ആശ്വസിപ്പിക്കണമേ. ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വൈദിക ഗണത്തിന്റെ മധ്യസ്ഥയായിരിക്കണമേ. ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നീ മാധ്യസ്ഥ്യം വഹിക്കണമേ. നിന്റെ നിത്യസഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും നിന്റെ മാതൃസഹായം അനുഭവപ്പെടുകയും ചെയ്യട്ടെ. ഓ നാഥേ, നീ ഞങ്ങളുടെ സങ്കേതമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആവശ്യത്തിലും അരിഷ്ടതയിലും ഞങ്ങളുടെ സഹായം പ്രാർത്ഥിക്കാം. ഓ കർത്താവ് ഈശോയെ, നിന്റെ മാതാവായ മറിയത്തെ എപ്പോഴും സഹായമരുളുവാൻ സന്നദ്ധതയുള്ള ഒരമ്മയായി ഞങ്ങൾക്ക് നീ നൽകിയല്ലോ. ആ അമ്മയുടെ അത്ഭുത ചിത്രം വണങ്ങുകയും അവളുടെ മാതൃസഹായം ഉത്സാഹപൂർവം തേടുകയും ചെയ്യുന്ന ഞങ്ങൾ നിന്റെ പരിത്രാണത്തിന്റെ ഫലം എന്നും അനുഭവിക്കുവാൻ ഇടയാക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പരിശുദ്ധ പിതാവിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും ദൈവമേ. മറിയമേ, നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ. മക്കളെന്നോർത്തു നീ ഞങ്ങളുടെ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. ഭാഗ്യവിഹീനരെ നിത്യവും കാത്തിടാൻ കേൾപ്പിഴും താങ്ങായി നിന്നെ നിൻപുത്രനേൽപ്പിച്ചു ഭാരമതേറ്റ നീ ഞങ്ങളെ കാത്തിടണേ. നിത്യസഹായം നീ എന്നുള്ള ബോധമേ ഞങ്ങളിലാഴമായി വളരുവാൻ നല്ലൊരു വരമിന്നു നൽകണേ. നിന്മക്കൾ കേഴുന്നീരാ. പരിശുദ്ധ
പരിശുദ്ധ നിത്യസഹായ മാതാവിൻ്റെ മധ്യസ്ഥത വഴി നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലേപോലെ പുഴുപ്പഴുന്നേക്കാമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലേപോലെ പുഴുപ്പഴുന്നേക്കാമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലേപോലെ പുഴുപ്പഴുന്നേക്കാമേ. രോഗികൾക്കായുള്ള പ്രാർത്ഥന. നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ. ആകാശഭൂമി കർത്താവിന്റെ നാമത്തിൽ. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ നിലവിളി അങ്ങേ പകരുകയും ചെയ്യട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. ഓ ദൈവമേ, രോഗബാധിതരായ നിന്റെ ദാസരുടെ ജീവിത രീതി സഹനം വഴി ശരിപ്പെട്ട് അവർ നിന്റെ കരുണയാൽ സുഖം പ്രാപിക്കുവാൻ നീ അവരെ തൃക്കൺ പാർക്കുകയും നീ സൃഷ്ടിച്ച അവരുടെ ആത്മാക്കളെ സമാശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ നാമത്തിൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, വിശ്വാസികളെ സമാശ്വസിപ്പിക്കുന്നവനെ, ശിമയോന്റെ ഭാര്യ മാതാവിനെ നീ സന്ദർശിച്ചതുപോലെ നിന്റെ എളിയദാസരെയും സന്ദർശിക്കുവാൻ കനിവുണ്ടാകണമെന്ന് നിന്റെ അനന്ത നന്മയെക്കുറിച്ച് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, അവർക്ക് വീണ്ടും ആരോഗ്യം ലഭിച്ച നിന്റെ തിരുസഭയിൽ നിനക്ക് നന്ദി പറയുവാൻ അവരെ വേഗം അനുഗ്രഹിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. പിതാവിനോടും പരിശുദ്ധാരൂപിയോടും കൂടെ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന കർത്താവ് യേശു മിശിഹ നിങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങളെ സന്നിധി ചെയ്യട്ടെ. നിങ്ങളുടെ വഴികാട്ടിയായി നിങ്ങളുടെ മുന്നിലും നിങ്ങളുടെ കാവൽക്കാരനായി നിങ്ങളുടെ പിന്നിലും നിങ്ങളെ അനുഗ്രഹിക്കുവാനായി നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാരൂപിയുമാകുന്ന സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേലിറങ്ങുകയും നിത്യം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. വാനവ